അടിമാലി കുരിശുപാറ കല്ലാർവാലി കാടമം എസ്റ്റേറ്റിൽ സംഘർഷത്തിൽ 3 തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേറ്റു. മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കല്ലാർവാലി കാർഡമം എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ എസ്റ്റേറ്റ് പുതിയതായി ലീസിനെടുത്ത മാനേജ്മെന്റ് 1.5 വർഷം മുൻപ് പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി തൊഴിലാളികൾ ഗ്രാറ്റുവിറ്റി, ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി എസ്റ്റേറ്റിൽ കയറിയിറങ്ങുകയാണ്. ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ വെള്ളിയാഴ്ച കൂട്ടത്തോടെ തൊഴിലാളികൾ എസ്റ്റേറ്റിൽ എത്തുകയും നടത്തിപ്പുകാരനായ കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘടനത്തിൽ നിരവധി തൊഴിലാളികൾക്കും ആന്ധ്ര സ്വദേശികളായ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റു. 8-9 മണി ഞാൻ സിറ്റി നിൽക്കും. അപ്പോഴത്തേക്കിങ്ങനെ കലാർ കസ്റ്റഡിയിൽ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നെ ഓടി ചെന്നപ്പോഴത്തേക്കും ആൾക്കാരെ ചെന്നപ്പോഴത്തേക്കും അകത്തുനിന്ന് അവർ പുറത്തേക്ക് തെരുവരെയും കല്ലുവെച്ച് റീലിലേക്കായിരുന്നു. കുറച്ച് ഇവരെ അകത്തുനിന്ന് ഒരാൾ ഗ്യാസ് തുറന്ന് വിട്ടു. അല്ലേ, ഇവരെ ഉണ്ടാകും. അവർ റൂമിൽ ഗ്യാസ് തുറന്ന് വിട്ടു. അപ്പോൾ ബാക്കിയുള്ള ആളെ പേടിച്ചൊക്കെ പോയി. എന്നിട്ട് കുറച്ച് ചെറിയൊരു എന്തോ ഒരു ഉണ്ടോട് സാധനം പുറത്തേക്ക് വരണി. ഞങ്ങൾ സ്ഥലത്ത് വന്ന് സാധനങ്ങൾ പൊട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ പേര് പേടിച്ച് പോയി. ഓടിക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലെ ആൾക്കാരെ പോയി. അപ്പോഴത്തേക്കും 15 പേര് അകത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ഈ ചെറിയ പിള്ളേർ സെറ്റാണ്. ഒരു 10-15 പേര് കാണും. ഇവർ വന്ന് അച്ചാരും പൊച്ചാരൊക്കെ വെക്കാണ്ട് ഇങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുച്ചാറ് നോക്കാൻ വേണ്ടി ആൾക്കാർ കാണിയിട്ട് പുള്ളി പറ്റിയേക്കണം. പിന്നെ ഒരാൾ മാനേജറുണ്ട്, പുള്ളിനെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് സ്ഥലത്തെത്തിയ അടിമാലി പോലീസ് 2 പേരെ പിടികൂടി. കഴിഞ്ഞ 1.5 വർഷമായി 60ഓളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയായിരുന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al-Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.